കാലടി ശങ്കരമഠം തെലുങ്കാന. ഇത് തെലുങ്കാനയിലും ആന്ധ്രയിലും ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള ഒരു സ്പിരിച്വൽ സെൻ്ററാണ്. ക്ഷേത്രങ്ങൾ നമുക്കറിയാം, പല ക്ഷേത്രങ്ങളുണ്ട്, അങ്ങനെയുള്ള അത് നമുക്കറിയാം. ഹൈന്ദവ ആരാധന കേന്ദ്രങ്ങൾ പലതും ഉണ്ടെങ്കിലും ഒരു സ്പിരിച്വൽ സെൻ്റർ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ നമുക്ക് തെലുങ്കാനയിലും ആന്ധ്രയിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം കേരളത്തിൽ, അതും ശങ്കരാചാര്യരുടെ പേരിൽ നമുക്ക് തുടങ്ങാൻ സാധിച്ചതിൽ എല്ലാ മലയാളീസിനും സ്വകാര്യ അഭിമാനമാണ് എന്നാണ് എനിക്ക് പറയാം. അതിന് ഭാഗമുണ്ടാവാൻ നമുക്കത് ഇങ്ങനൊരു ഇവിടെ സ്ഥാപിക്കാൻ പറ്റുന്നത്, ഇപ്പോഴും നമ്മൾ സ്ഥാപിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അതൊന്ന് തുടങ്ങാൻ, അതിൻ്റെ ഒരു മഠമായിട്ട് നമുക്ക് തുടങ്ങാൻ സ്ഥാപിച്ചത് എല്ലാ മലയാളീസിൻ്റെയും അഭിമാനവും ഏറ്റവും വലിയ ഒരു പുണ്യവുമായിട്ട് നമുക്ക് കരുതാം. 2024 മെയ് 12-നാണ് നമ്മളിവിടെ തുടങ്ങിയത്. ഇത് കാലടി ആദിശങ്കര മഠം. ഇത് കേരളത്തിലെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തുള്ള കാലടിയിലുള്ള ശ്രീ ശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാലടി ആദിശങ്കര മഠം തെലുങ്കാന രൂപീകൃതമായത്. ആ ട്രസ്റ്റ് ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്ത പ്രചാരമാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അതാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെ ഇവിടെയും തെലുങ്കാനയിലും ഉഭയരാഷ്ട്രങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് നമ്മളിവിടെ തുടങ്ങാനുള്ള സാഹചര്യമുണ്ടായത്. മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ. തുടങ്ങി വന്നപ്പോൾ നമ്മൾ അത് മാത്രം പോരാ. ശങ്കരാചാര്യരുടെ ഐഡിയോളജി വെറും സ്പിരിച്വൽ മാത്രമല്ല, അത് നമുക്കെല്ലാവർക്കും അറിയാം. ആധ്യാത്മിക മാത്രമല്ല അദ്ദേഹം പ്രചരിപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തം പൂർണ്ണമാവണമെങ്കിൽ അതിനെ കുറേയും കൂടി കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനെ പ്രധാനമായിട്ട് അതുകൊണ്ട് തന്നെ കാലടി ആദിശങ്കര മഠം തെലുങ്കാന ഇവിടെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളതിനെ വിഭാവനം ചെയ്തത് 4 വിഭാഗമായിട്ടാണ്. ആധ്യാത്മികമായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങളായാലും റിലീജിയസ്, ആചാരപരമായിട്ടുള്ള കാര്യങ്ങളായാലും ചാരിറ്റി, ദാനധർമാദികളായിട്ടും, ഇങ്ങനെ 4 രീതിയിൽ ആണ്. ഈ 4ഉം ഒത്തുചേരുമ്പോഴാണ് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ സാരാംശം പൂർണ്ണമാവുന്നത്. ആധ്യാത്മികത മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു മനുഷ്യന് ഉയർച്ചയുണ്ടാവാൻ സാധ്യത വളരെ കുറവായിരിക്കും. ആധ്യാത്മികത മാത്രമായാൽ പോരാ. ഈ തിരിച്ചറിവാണ് ഇതിൻ്റെ പ്രത്യേകത. അവർ മതപരമായിട്ട് എന്താണ് മതം, എന്തിനാണ് മതം, ഇത് തിരിച്ചറിയാനുള്ള അതേ മതത്തിനെ പറ്റി അറിയണം, മനസ്സിലാക്കണം, അതിനുണ്ടാവുന്ന കാര്യങ്ങളെ പറ്റി അറിയണം. അതുപോലെ തന്നെ മൂന്നാമത്തതും വളരെ പ്രധാനമാണ് ആചാരം. ആചാര പരമോധർമ്മ എന്നാണ് പറയുക. ആചാരമാണ്, പരമമായിട്ടുള്ള ധർമ്മമാണ് ആചാരം. അതിനെപ്പറ്റി അറിയണം. ആ ആചാരത്തിലൂടെയാണ് മനുഷ്യനായിട്ട് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ മൃഗത്തിലേക്ക് നമ്മൾ അടുക്കും. അത് അതിനെപ്പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയാം. നാലാമത്തെയാണ് ചാരിറ്റി, ദാനധർമ്മം. ഈ ദാനം നമുക്ക് എത്ര ഉണ്ടായാലും നമ്മളാരും ഇതൊന്നും ഒരിക്കലും ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം വീണ്ടും ഒഴിക്കണമെങ്കിൽ അതിൽ നിന്ന് എടുത്തു മാറ്റിയേ വെക്കും. അപ്പോഴാണ് പുതിയ വെള്ളം നമുക്കവിടെ വെള്ളമല്ല, എന്ത് പദാർത്ഥമായാലും ഉള്ളതിൽ നിന്ന് എടുത്തു മാറ്റിയാൽ മാത്രമാണ് വീണ്ടും എടുക്കാൻ സാധിക്കുന്നത്, വീണ്ടും അവിടെ നിറയ്ക്കാനും സാധിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ദാനധർമ്മത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു തത്വം. രണ്ടാമത്തെ തത്വം, എല്ലാവരെയും തുല്യമായിട്ട് കാണുക. ഒരാളും താഴെയുള്ളവരല്ല, എല്ലാവരും തുല്യരാണ്. എല്ലാവരും ഒരുപോലെ മുന്നോട്ട് വരട്ടെ, എല്ലാവരും ഒരേപോലെ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ദാനത്തിൻ്റെയൊക്കെ അർത്ഥം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് അദ്വൈത സിദ്ധാന്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഠത്തിലും ഇതേപോലെ 4 വിഭാഗമായിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്. അതിന് 4 പേരിലാണ് നമ്മളിതിനെ ഇട്ടിട്ടുള്ളത്. ജപമണ്ഡപം, പൂജാമണ്ഡപം, കർമ്മമണ്ഡപം, കൃപാമണ്ഡപം. ജപമണ്ഡപം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഗ്രൂപ്പ്, പൂജാമണ്ഡപം എന്ന് പറഞ്ഞാൽ റിലീജിയസ് ഗ്രൂപ്പ്, കർമ്മമണ്ഡപം എന്ന് പറഞ്ഞാൽ ആചാര ഗ്രൂപ്പ്, റിച്വൽസ് ഗ്രൂപ്പ്. അതുപോലെ 4ാമത്തെ കൃപാമണ്ഡപം എന്ന് പറയുന്നത് ചാരിറ്റി ഗ്രൂപ്പ്. ഇങ്ങനെ 4 ഗ്രൂപ്പായിട്ട് ഇവിടെ മഠത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, നടക്കുന്നതും വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് കാലടി ശങ്കരമഠത്തിൻ്റെ ഫ്രെയിം. ഈ 4 ആംഗിളിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മെയ് 2024
24 മെയ് 12 ശങ്കര ജയന്തി ദിനം, വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമി ദിനമായിട്ടുള്ള ആ ദിനമാണ് ശങ്കര ജയന്തി ദിനം. അന്നാണ് ഇത് തുടങ്ങിയത്.